കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ശശി തരൂർ എം പി തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശത്തും പ്രധാനമന്ത്രിയെ കാണാൻ നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്നിരുന്നു. അതേസമയം പ്രധാനമന്ത്രി കടന്നു പോകുന്ന പാതയിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ രംഗത്തെത്തി. വെള്ളയമ്പലത്തെ KSEB ഓഫീസിലേക്ക് പ്രവർത്തകർ പിന്നീട് മാർച്ച് നടത്തി. സലീം മാലിക് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സലീം, രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി വിശ്രമിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. ഇന്ന് വൈകിട്ടും അവിടെ പലയിടത്തും ഈ വ്യാജ ബോംബ് ഭീഷണികൾ സംബന്ധിച്ച സന്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറെ കൂടി ജാഗ്രതയോടെ ആയിരിക്കുമല്ലോ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ സലീം? വിജയകുമാർ, തിരുവനന്തപുരത്ത് മുൻപ് പ്രധാനമന്ത്രി വരുന്ന കാലങ്ങളിലൊക്കെ ഇല്ലാത്ത വിധം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 2000-നും 3000-നും ഇടയിൽ പോലീസുകാരെങ്കിൽ ഇത്തവണ തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം തന്നെ വിഴിഞ്ഞം ഭാഗത്തുമായി മാത്രം 4000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നഗരത്തിലെത്തുന്ന ഈ വ്യാജ ബോംബ് ഭീഷണിയുടെ കൂടി പശ്ചാത്തലത്തിലാണ്. പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഭരണസിര കേന്ദ്രങ്ങളിലുമൊക്കെ ഈ നിലയിൽ ബോംബ് ഭീഷണി വരികയും അത് വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നഗരത്തിലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന കനത്ത സുരക്ഷ. എന്തായാലും സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം അത് രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി 7:45 സംസ്ഥാന തലസ്ഥാനത്തെത്തിയത്. അതിനുശേഷം 7:55 പ്രധാനമന്ത്രി ആ ഗേറ്റ് തുറന്ന് രാജ്ഭവനിലേക്ക് പോയി. ഈ പോകുന്ന വഴിയിൽ വലിയ സ്വീകരണമായിരുന്നു BJP പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക സ്വീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, ശശി തരൂർ MP, ചീഫ് സെക്രട്ടറി, DGP, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തായിരുന്നു പ്രധാനമന്ത്രി സ്വീകരിച്ചത്. ആ ചടങ്ങിൽ ഈ വിമാനത്താവളത്തിനുള്ളിൽ തന്നെ BJP നേതാക്കൾക്കും പ്രവേശനമുണ്ടായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, ഷോൺ ജോർജ് തുടങ്ങി നിരവധി BJP നേതാക്കളും വിമാനത്താവളത്തിനകത്ത് വെച്ച് തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. അതിനുശേഷം നിരവധി പ്രവർത്തകർ പുറത്ത് ഈ റോഡിൽ ഇരുവശവുമായി പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ കാത്തുനിന്നു. 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി കാറിൽ നിന്ന് കൈവീശി കാണിക്കുകയും കൂപ്പുകയോടുകൂടി അവരെ അഭിവാദ്യം ചെയ്യുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഈ കാത്തിരുന്ന പ്രവർത്തകർ വെള്ളയമ്പലം ഭാഗത്ത് വെച്ച് അവിടുത്തെ തെരുവിളക്കുകൾ കത്തുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി. കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പ്രദേശത്തെ തെരുവിളക്കുകൾ കത്തുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പ്രവർത്തകർ ഈ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വെള്ളയമ്പലത്തെ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതിന് പിന്നാലെ അവിടെ വെച്ച് തന്നെ ഈ പ്രവർത്തകരോട് പ്രധാനമന്ത്രി ഉള്ളപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാകരുത് എന്ന് പറയുകയും എത്രയും വേഗത്തിൽ പ്രതിസന്ധി പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ സമരം അവസാനിപ്പിച്ചത്. നാളെ ഈ പ്രധാനമന്ത്രി രാവിലെ 10:15 വരെ രാജ്ഭവനിൽ തുടരും. അതിനുശേഷം 10:15-ന് രാജ്ഭവനിൽ നിന്നും പുറപ്പെടുന്ന പ്രധാനമന്ത്രി 10:25 പാങ്ങോടേക്കെത്തും. പാങ്ങോടേക്കെത്തി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം 10:40-ന് വിഴിഞ്ഞത്തെത്തും. അതിനുശേഷം വിഴിഞ്ഞത്തെ ഓപ്പറേഷൻ റൂമിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനാണ് 20 മിനിറ്റ്. അതിന് പിന്നാലെ 11 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും, കമ്മീഷനിങ് ചടങ്ങുകൾ ആരംഭിക്കും. 1.5 മണിക്കൂറാണ് ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നത്. ഈ 1.5 മണിക്കൂറിനിടയിൽ തന്നെ ചടങ്ങുകൾ പൂർണ്ണമായും പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്യത്തിന് തുറമുഖം, സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയുടെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടുകൂടി ആ പരിപാടി പൂർണ്ണമാകും. അതിലും വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു, ഈ ക്ഷണിക്കപ്പെട്ടത് വിവാദമായതിനു ശേഷം മാത്രമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത്. അതേസമയം ശശി തരൂർ MPയും വിൻസെൻ്റ് MLAയും പങ്കെടുക്കുകയും ചെയ്യും. വിൻസെൻ്റ് MLA 5:45-ന് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കബറിടം സന്ദർശിച്ച് അതിനുശേഷമാകും അവിടെ നിന്നും വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിക്കുക. അങ്ങനെ രാഷ്ട്രീയമാനം കൂടിയുള്ള ഒരു ചടങ്ങായി നാളത്തെ ചടങ്ങ് മാറുകയും ചെയ്യും. വിജയകുമാർ. യെസ്, തിരുവനന്തപുരത്ത് സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.